നമസ്തേ. മക്കളെല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തു പറ്റി? ഈ രോഗം കാരണം എങ്ങും പോകാൻ പറ്റുന്നില്ല അല്ലേ? സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല, ബാഗും പുസ്തകങ്ങളും ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അതിനെല്ലാം പുറമെ കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല അല്ലേ? എന്നാലേ ആ വിഷമം ചേച്ചി ഇന്ന് മാറ്റിത്തരാം. നിങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തന്നാലോ? മിടുക്കൻ. ഈ കൂട്ടുകാർ എവിടെയുള്ളതാണെന്നോ? സംസ്കൃതം പുസ്തകത്തിൽ ഒളിച്ചിരിക്കുകയാ. നമുക്കവരെ പരിചയപ്പെടാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നോ? ആ കൂട്ടുകാർ സംസ്കൃതത്തിലേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഈ ചേച്ചി നിങ്ങളെ സഹായിക്കാം. മക്കളെ, കൂട്ടുകാരു മാത്രമല്ല, ആ സംസ്കൃതം പാഠപുസ്തകത്തിൽ കഥകളും പാട്ടുകളും ഒക്കെയുണ്ട്. നമുക്കെല്ലാം കേട്ടു രസിക്കാം, പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ടല്ലേ സംസ്കൃതം പഠിക്കാനായി പോകുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന സരസ്വതി ദേവിയെ നമിച്ചുകൊണ്ട് ഞാനിതാ പഠിക്കുവാനായി തുടങ്ങുന്നു. എല്ലായ്പ്പോഴും എനിക്ക് വിജയത്തെ തരണമേ. പഠിക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. മക്കൾക്ക് ചിത്രാമ്മയെ അറിയോ? പാട്ടൊക്കെ പാടിത്തരുന്ന ചിത്രാമ്മ നമുക്ക് വേണ്ടി ഒരു സരസ്വതി സ്തുതി ചൊല്ലിത്തരുന്നുണ്ട്. നമുക്ക് കേട്ടാലോ? മക്കളെല്ലാവരും കേട്ടിരിക്കണേ, ഒപ്പം പ്രാർത്ഥിക്കണം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ. ദേ നമ്മുടെ കൂട്ടുകാരി എന്തോ തൊട്ടു കാണിച്ചു പറയുന്നുണ്ടല്ലോ. നമുക്ക് കേട്ടു നോക്കാം. മമ നാമ സുജാത. മമ നാമ സുജാത. നമ്മുടെ കൂട്ടുകാരി എന്താ പറഞ്ഞു തരുന്നത്? മമ നാമ സുജാത. എന്താണ് അതിനർത്ഥം? മമ മമ എന്നാൽ സംസ്കൃതത്തിൽ എന്താണെന്നോ? എൻ്റെ എന്നാണ് അർത്ഥം. എന്താണ്? എൻ്റെ. മമ എന്നാൽ എൻ്റെ. അപ്പോൾ നാമ എന്താണ്? നാമ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. പേര്. അപ്പോൾ മമ നാമ, എൻ്റെ പേര്. സുജാത. എന്താണ് പേര്? സുജാത എന്നാണ് എൻ്റെ പേര്. നമ്മൾ മലയാളത്തിൽ സുജാത എന്ന് പറഞ്ഞാൽ മതി. സംസ്കൃതത്തിൽ സുജാത കുറച്ച് നീട്ടി വിളിക്കണം. എങ്ങനെയാ വിളിക്കുക? സുജാത. അപ്പോൾ എങ്ങനെയാ വായിക്കുക? മക്കളൊന്ന് വായിച്ചേ. മമ നാമ സുജാത. ഒന്നുകൂടെ. മമ നാമ സുജാത. എന്താണ് അർത്ഥം? എന്താ? എൻ്റെ പേര് സുജാത എന്നാണ്. നിങ്ങളും പേര് പറഞ്ഞേ നോക്കട്ടെ. എങ്ങനെ പറയാ? മമ
നാമ. ശേഷം നിങ്ങളുടെ പേര്. മക്കൾ പറഞ്ഞേ നോക്കട്ടെ. ആഹാ, അടിപൊളി പേരാണല്ലോ. നമ്മളെ സുജാതയെ കണ്ടു. സുജാതയുടെ വീട് കാണണ്ടേ? വേണം. സുജാതയുടെ വീട് കാണണം, സുജാതയുടെ അച്ഛനെ കാണണം, അമ്മയെ കാണണം. പിന്നെ 2 പേര് കൂടെയുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. ദേ നിൽക്കുന്നു നമ്മുടെ കൂട്ടുകാരി. കൂട്ടുകാരുടെ പേരെന്താ? മക്കളൊന്ന് പറഞ്ഞേ നോക്കട്ടെ. അങ്ങനെ, സുജാത. സുജാത എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ അത്? എന്താണ്? വീട്. എന്നിട്ടെന്തോ പറയുന്നുമുണ്ട്. എന്താണെന്ന് നമുക്ക് കേട്ടാലോ? മമ ഗൃഹം. എന്താ മക്കളെ സുജാത പറഞ്ഞേ? മമ ഗൃഹം. വീട് ചൂണ്ടിക്കാണിച്ചിട്ട് സുജാത പറയാണ് മമ ഗൃഹം. നമ്മൾ പഠിച്ചു, മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം. അപ്പോൾ ഗൃഹം എന്താണ്? വീട്. എന്താണ്? വീട്. മമ ഗൃഹം, എൻ്റെ വീട്. എന്താണ് അർത്ഥം? എൻ്റെ വീട്, മമ ഗൃഹം. അങ്ങനെ നമ്മൾ സുജാതയുടെ വീട് കണ്ടു. ഇനി ആരെ കാണാൻ പോകുന്നതെന്നോ? വരൂ, നമുക്ക് കണ്ടു നോക്കാം. സുജാത അച്ഛൻ്റെ ചിത്രത്തെ തൊട്ടു കാണിച്ച് എന്താ പറയുന്നത്? നമുക്ക് കേട്ടു നോക്കിയാലോ. മമ പിതാ. എന്താ പറയുന്നേ? മമ പിതാ. മമ എന്ന് പറഞ്ഞ എന്താ? എൻ്റെ. അപ്പോൾ ഈ പിതാ എന്താ? പിതാവ്, അച്ഛൻ. സുജാതയുടെ അച്ഛനാണ് അല്ലേ? അപ്പൊ സുജാത എങ്ങനെ പറയുന്നത്? മമ പിതാ. എവിടെ മക്കൾ പറഞ്ഞു നോക്കട്ടെ. മമ പിതാ. ഒന്നുകൂടെ. മമ പിതാ. എൻ്റെ അച്ഛനെന്ന് സംസ്കൃതത്തിൽ എങ്ങനെയാ പറയുക? മമ പിതാ. അങ്ങനെ നമ്മൾ സുജാതയുടെ അച്ഛനെയും കണ്ടു. ഇനി ആരെയാണെന്നോ? അമ്മയെ കാണാം. ദേ നമ്മുടെ സുജാത ചിത്രത്തിന് പുറകിൽ മറഞ്ഞു നിൽക്കുക. എന്നിട്ടേ എന്തോ പറയുന്നുണ്ട്. എന്താണെന്നോ? മമ മാതാ. എന്താ പറയുന്നത്? മമ മാതാ. അമ്മയുടെ ചിത്രം കാണിച്ച് സുജാത എന്താ പറയുന്നത്? മമ മാതാ. മാമ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻ്റെ അല്ലേ? അപ്പോൾ മമ മാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റെ അമ്മ അല്ലേ? എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. മമ മാതാ, എൻ്റെ അമ്മ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. മമ മാതാ, എൻ്റെ അമ്മ. മക്കളെ, നമ്മൾ സുജാത എന്ന കൂട്ടുകാരിയെ പരിചയപ്പെട്ടു. കൂട്ടുകാരിയുടെ വീട് കണ്ടു, അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു. ഇനി 2 പേര് കൂടെ ഉണ്ട്. അവരെയും കൂടെ കാണാം. മക്കളെ, ഇതാരാ? സുജാത ആരെയാ ചൂണ്ടിക്കാണിക്കുന്നേ? ആരെയാ? സഹോദരൻ അല്ലേ? എന്നിട്ട് എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നത് എന്ന് കേൾക്കാം. മമ സോദരഃ. സുജാത എന്താ പറയുന്നത്? മമ സോദരഃ. മമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ എന്നാണ്
അർത്ഥം. അപ്പോൾ സോദരഹ എന്ന് പറഞ്ഞാൽ എന്താ? ആ, സഹോദരൻ. ആരാ? സഹോദരൻ. അപ്പോഴേ സംസ്കൃതത്തിൽ എൻ്റെ സഹോദരൻ എന്നെങ്ങനെയാ പറയുക? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. മമ സോദരഹ. ഒന്നുകൂടെ പറഞ്ഞേ. മമ സോദരഹ. എൻ്റെ സഹോദരൻ. എൻ്റെ പേര് സുജാത. എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്നൊക്കെ സംസ്കൃതത്തിൽ എങ്ങനെയാ പറയുക എന്ന് നമുക്ക് സുജാത പറഞ്ഞു തന്നു. ഇനി സുജാത നമ്മളെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താനായി പോവുക. ആരാണെന്നോ? എന്നാലേ ചേച്ചി ഒരു ക്ലൂ തരാം. മ്യാവ്. മ്യാവ്. ആരത്? ആ, പൂച്ച. പൂച്ച എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് ആരെയെങ്കിലും ഓർമ്മ വന്നോ? ആരെയാ? ആ, മിട്ടുവിനെയും തങ്കുവിനെയും. എങ്ങനെയാ സായി ടീച്ചർ വിളിച്ചേ? സ്നേഹത്തോടെ വിളിക്കാൻ പറഞ്ഞ് മക്കളെ എങ്ങനെയാ വിളിച്ചേ? മിട്ടുപൂച്ചേ, തങ്കുപൂച്ചേ. ആ, അങ്ങനെ. അപ്പോഴേ നമ്മളുടെ സുജാത പൂച്ചയ്ക്ക് പേരിട്ടിട്ടില്ല. അതുകൊണ്ട് മക്കള് ഇഷ്ടമുള്ള പേരിട്ട് ആ പൂച്ചയെ വിളിച്ചോളൂ. നമുക്ക് സുജാതയുടെ പൂച്ചയെ കണ്ടാലോ? കാണാം. ദേ കാണുന്നു നമ്മളുടെ സുജാതയുടെ പൂച്ചക്കുട്ടി. ആ, പൂച്ചയെ തൊട്ടു കാണിച്ച് സുജാത എന്തോ പറയുന്നുണ്ട്. നമുക്ക് കേട്ടാലോ? മമ മാർജാരഹ. സുജാത എന്താ പറയുന്നേ? മമ മാർജാരഹ. നിങ്ങൾക്കറിയാം മമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മക്കളെ? പറഞ്ഞേ. ആ, എന്താണ്? എൻ്റെ. അപ്പോഴേ മാർജാരൻ ആരാ? 4 കാലും വാലും ചെവികളും കുഞ്ഞു മീശയും മ്യാവു എന്ന ശബ്ദം ഉണ്ടാക്കുന്ന ആ മൃഗത്തെ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ പറയാ? എങ്ങനെയാ? ആ, പൂച്ച. ഇംഗ്ലീഷിലോ എങ്ങനെയാ? ആ, ക്യാറ്റ്. മിടുക്കരാണല്ലോ. എന്നാലേ നമുക്ക് സംസ്കൃതത്തിൽ എങ്ങനെയാ പറയാ എന്ന് നോക്കിയാലോ? എങ്ങനെയെന്നോ? മാർജാരഹ. എങ്ങനെയാ? മാർജാരഹ. ഒന്നുകൂടെ പറഞ്ഞേ. മാർജാരഹ. സുജാത അപ്പോ എന്താ പറയുന്നേ? മമ മാർജാരഹ. എൻ്റെ പൂച്ച. മമ മാർജാരഹ. എൻ്റെ പൂച്ച. മക്കൾ പറഞ്ഞേ നോക്കട്ടെ. മമ മാർജാരഹ. ഒന്നുകൂടെ. മമ മാർജാരഹ. അങ്ങനെ സുജാത എങ്ങനെയാ എൻ്റെ പേര് സുജാതയാണ് എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്? എങ്ങനെയാണ് എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ പൂച്ച എന്നിങ്ങനെ പറയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ മക്കളെ? നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത 4 പേരെയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവരാരൊക്കെയാണെന്ന് അറിയണ്ടേ?
ആ എന്നാ കണ്ടോളൂ, ഇതാരൊക്കെയാ? ആ, അമ്മയും കുഞ്ഞും. നോക്കിക്കേ, ആ അമ്മ എത്ര സ്നേഹത്തോടെയാ ആ കുഞ്ഞിനെ നോക്കുന്നത്. വിഷമം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ ആദ്യം ആരുടെ അടുത്താ ഓടിച്ചെല്ലുക? അമ്മയുടെ അടുത്ത്. നിങ്ങൾ കരഞ്ഞാലേ അമ്മയ്ക്ക് വിഷമാകും. എന്നാലേ നിങ്ങൾ കരഞ്ഞ ഒരു ദിവസം അമ്മ സന്തോഷത്തോടെ ചിരിച്ചു. അതെപ്പോഴാ? മക്കളൊന്ന് പറഞ്ഞേ. ആ, മിടുക്കർ. എപ്പോഴാ? നിങ്ങൾ ജനിച്ച ദിവസം. നിങ്ങളെ പൊന്നുപോലെ നോക്കുക അമ്മ. മക്കളെ, നമ്മുടെ ജീവിതത്തില് അപ്പോ അമ്മയ്ക്ക് എത്രാമത്തെ സ്ഥാനാ കൊടുക്കുക? എത്രാമത്തെയാ? ആ, 1 സ്ഥാനം. അങ്ങനെയുള്ള നമ്മുടെ അമ്മയെ സംസ്കൃതത്തിൽ എങ്ങനെയാ വിളിക്കുക? മാതാ. എങ്ങനെയാ? മാതാ. മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. മാതാ. അങ്ങനെ. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യ സ്ഥാനം ആർക്കുള്ളതാ? അമ്മയ്ക്ക് അല്ലേ? മാതാവിന്. നമ്മൾ സംസ്കൃതത്തിൽ എങ്ങനെയാ പഠിച്ചേ? മാതാ. 1 സ്ഥാനം അമ്മയ്ക്ക്. അപ്പോൾ 2 സ്ഥാനമോ ആർക്കുള്ളതാ? അതെ, ആർക്കുള്ളതാ? അച്ഛനുള്ളതാ. നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ കൂടുന്ന അച്ഛനാണ് 2 സ്ഥാനം. സംസ്കൃതത്തിൽ അച്ഛനെ എന്താ വിളിക്കുക? എങ്ങനെയെന്നോ? പിതാ. എങ്ങനെയാ? പിതാ. മക്കളൊന്നുകൂടെ പറഞ്ഞേ. പിതാ. അപ്പോൾ 1 സ്ഥാനം അമ്മയ്ക്കും 2 സ്ഥാനം അച്ഛനുമാണ്. സംസ്കൃതത്തിൽ എങ്ങനെയാ പറയുക? അമ്മയെ എങ്ങനെയാ പറയുക? മാതാ. അച്ഛനെയോ? പിതാ. അപ്പോൾ 1ഉം 2ഉം സ്ഥാനങ്ങളായി. എങ്ങനെയാ പറയുക കേൾക്കട്ടെ? മാതാ, പിതാ. ചേച്ചി മക്കളോട് പറഞ്ഞില്ലേ 4 പേരുണ്ടെന്ന്? അപ്പോൾ 3 സ്ഥാനം ആർക്കുള്ളതാ? നമുക്കേ കണ്ടു നോക്കാം. ആരാത്? ആ, ആരാ? ടീച്ചർ അല്ലേ? അധ്യാപിക. നമുക്ക് കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു തന്ന് നമ്മളെ മിടുമിടുക്കരാക്കുന്ന അധ്യാപകന്മാരാണ് എത്രാം സ്ഥാനത്തുള്ളത്? ആ, 3 സ്ഥാനത്തുള്ളത്. എന്നാലേ സംസ്കൃതത്തിൽ അധ്യാപകരെ എങ്ങനെയാ വിളിക്കുക എന്ന് പറഞ്ഞു തരട്ടെ? ആ, എന്നാ മക്കള് കേട്ടോളൂ. എങ്ങനെയാ വിളിക്കുകയെന്നോ? ഗുരുഹു. എങ്ങനെയാ? ഗുരുഹു. മക്കളൊന്ന് പറഞ്ഞ് കേക്കട്ടെ. അങ്ങനെ. ഒന്നൂടെ. ഗുരുഹു. നമ്മളിപ്പോ 3 പേരെ പരിചയപ്പെട്ടു. ആരൊക്കെയാ? 1ാമത്തെ സ്ഥാനം ആർക്കുള്ളതാ? അമ്മയ്ക്കുള്ളതാ. സംസ്കൃതത്തിൽ അമ്മയെ എങ്ങനെയാ വിളിക്കുക? മാതാ. 2ാം സ്ഥാനമോ? ആ, അച്ഛനുള്ളത്. അച്ഛനെ എങ്ങനെയാ വിളിക്കുക? പിതാ. 3ാം സ്ഥാനമോ? ആ, ടീച്ചേഴ്സിനുള്ളതാ. എങ്ങനെയാ വിളിക്കുക? ഗുരുഹു. എങ്ങനെയാ? ഗുരുഹു. അപ്പോ ഈ 4ാം സ്ഥാനം ആർക്കുള്ളതാ? ആർക്കുള്ളതാ? ആ,
ദൈവത്തിനുള്ളതാ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്താ പ്രാർത്ഥിക്കുക? എന്നെ കാത്തോളണേ എന്ന്. എന്നാലേ നമുക്ക് 4-ാം സ്ഥാനം ആർക്ക് കൊടുക്കാം? ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിൻ്റെ ചിത്രം ചേച്ചി ചേർത്തിട്ടില്ല. എന്താണെന്നോ? എല്ലാ ദൈവങ്ങളും ഒന്നാ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ഭഗവാനെ, എൻ്റെ പടച്ചോനെ എന്നൊക്കെ. ഈ വിളിയെല്ലാം ചെന്നെത്തുന്നത് എവിടേക്കാ? ഒരു ശക്തിയിലേക്കാ. ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാ മക്കളെ പറയുന്നത്, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന് എത്രാം സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? 4-ാം സ്ഥാനം. സംസ്കൃതത്തില് ദൈവത്തെ എങ്ങനെയാ വിളിക്കുക എന്നോ? ദൈവം എന്ന് തന്നെയാ. എങ്ങനെയാ? ദൈവം. മക്കള് പറഞ്ഞേ കേക്കട്ടെ. എങ്ങനെയാ? ദൈവം. അങ്ങനെ നമ്മൾ പഠിച്ചുവല്ലേ? 1-ാം സ്ഥാനം ആർക്കുള്ളതാ? അമ്മയ്ക്കുള്ളത്. അമ്മയെ എങ്ങനെയാ സംസ്കൃതത്തിൽ പറയാ? മാതാ. 2-ാം സ്ഥാനമോ? അച്ഛനുള്ളത്. അച്ഛനെ എങ്ങനെയാ സംസ്കൃതത്തിൽ വിളിക്കുക? പിതാ. 3-ാം സ്ഥാനമോ? ആർക്കുള്ളതാ മക്കളെ? പറഞ്ഞേ. അതെ, 3-ാം സ്ഥാനം അധ്യാപിക, അധ്യാപകനുള്ളതാണ് 3-ാം സ്ഥാനം. അപ്പോ സംസ്കൃതത്തിൽ എങ്ങനെയാ വിളിക്കുക? ഒന്ന് പറഞ്ഞേ. ഗുരുഹു. എങ്ങനെയാ? ഗുരുഹു. ഇനി 4-ാം സ്ഥാനം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. സംസ്കൃതത്തില് എങ്ങനെയാ പറയുക? ദൈവം. ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം. അങ്ങനെ 1-ാം സ്ഥാനം അമ്മയ്ക്ക്, 2-ാം സ്ഥാനം ആർക്കാ? അച്ഛന്. 3-ാം സ്ഥാനം ആർക്കുള്ളതാ? ഗുരുവിന്. 4-ാമത്തേതോ? ദൈവത്തിന്. ഇനി നമുക്ക് സംസ്കൃതത്തിൽ പറഞ്ഞു നോക്കാം. മാതാ, പിതാ, ഗുരുഹു, ദൈവം. എങ്ങനെ മക്കൾ പറഞ്ഞേ? മാതാ, പിതാ, ഗുരുഹു, ദൈവം. മക്കളൊന്നുകൂടെ പറഞ്ഞേ. മാതാ, പിതാ, ഗുരുഹു, ദൈവം. മക്കളെ, നമ്മുടെ സുജാത എവിടെ? മറന്നോ നിങ്ങള്? ഇല്ല അല്ലേ? എന്നാലേ നമുക്ക് സുജാത പറയുന്നത് ഒന്നുകൂടെ കേട്ടാലോ? മക്കളും കൂടെ പറയണേ. നോക്കാം. നമ്മൾ സുജാതയെ എവിടെന്നാ കണ്ടുമുട്ടിയേ? എവിടെന്നാ? സംസ്കൃതം പുസ്തകത്തിൽ നിന്ന്. എന്നാലേ നമുക്ക് സംസ്കൃതം പുസ്തകം തുറന്ന് സുജാത പറയുന്നത് ഒന്നുകൂടെ കേട്ടാലോ? മക്കള് റെഡിയല്ലേ? പ്രഥമഃ പാഠഃ മമ ഗൃഹം. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? മമ ഗൃഹം, എൻ്റെ വീട്. മമ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ. ഗൃഹം എന്താ? വീട്. അപ്പോൾ
മമ ഗൃഹം, എൻ്റെ വീട്. എൻ്റെ പേര് സുജാതയാണ് എന്നും എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നും സംസ്കൃതത്തിൽ പറയാ. ആര്? ആ, സുജാത. ചേച്ചി വായിക്കുമ്പോൾ മക്കളും കൂടെ വായിക്കണേ. മമ നാമ സുജാത. മക്കൾ വായിച്ചേ. മമ നാമ സുജാത. എന്താ സുജാത പറയുന്നേ? മമ എൻ്റെ, നാമ പേര്, സുജാത. സുജാത എന്നാണ് എൻ്റെ പേര്. പിന്നെന്താ പറയുന്നേ? മമ ഗൃഹം. മക്കൾ പറഞ്ഞേ. മമ ഗൃഹം. ഒന്നുകൂടെ. മമ ഗൃഹം. മമ ഗൃഹം പറഞ്ഞാൽ എന്താ? ആ, നമ്മൾ പറഞ്ഞുവല്ലേ. മമ എൻ്റെ, ഗൃഹമോ വീട്. സുജാത വീട് ചൂണ്ടിക്കാണിച്ച് പറയാ, മമ ഗൃഹം, എൻ്റെ വീട്. സുജാത അച്ഛനെ ചൂണ്ടിക്കാണിച്ച് എന്താ പറയുന്നേ? മമ പിതാ. എന്താ പറയുന്നേ? മമ പിതാ. മമ എൻ്റെ, പിതാ അച്ഛൻ. മക്കളൊന്ന് പറഞ്ഞേ. മമ പിതാ. സുജാത അമ്മയുടെ ചിത്രം പിടിച്ച് പുറകിൽ നിൽക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? മമ മാതാ. എന്താ പറയുന്നേ? മമ മാതാ. മമ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ. മാതാ അമ്മ. മക്കളൊന്ന് പറഞ്ഞേ. മമ മാതാ. മമ മാതാ. പിന്നെ ആരെയാ കാണിക്കുന്നേ? ആ, സഹോദരനെ. എങ്ങനെയാ പറയുന്നേ? മമ സോദരഃ. എങ്ങനെയാ മക്കളെ? മമ സോദരഃ, എൻ്റെ സഹോദരൻ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, സോദരഃ സഹോദരൻ. മക്കളൊന്ന് വായിച്ചേ കേക്കട്ടെ. മമ സോദരഃ. ഒന്നുകൂടെ. മമ സോദരഃ. അവസാനം സുജാത ആരെയെ കാണിച്ചു തരുന്നേ? സുജാതയുടെ പൂച്ചയെ. എന്നിട്ട് എന്താ പറയുന്നേ? മമ മാർജാരഃ. എന്താ പറയുന്നേ? മമ മാർജാരഃ. മമ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ, മിടുക്കർ. എന്താണ്? എൻ്റെ. മാർജാരഃ പൂച്ച. സുജാത പൂച്ചയുടെ ചിത്രം തൊട്ടു കാണിച്ച് എന്താ പറഞ്ഞു തരുന്നേ? മമ മാർജാരഃ, എൻ്റെ പൂച്ച. ദേ, ആ പെട്ടിക്കുള്ളിലും എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണത്? ചേച്ചി വായിക്കട്ടെ. മക്കളും കൂടെ വായിക്കണേ. മാതാ പിതാ ഗുരുഹു ദൈവം. മക്കളൊന്നുകൂടെ വായിച്ചേ. മാതാ പിതാ ഗുരുഹു ദൈവം. ഒന്നുകൂടെ വായിച്ചേ. മാതാ പിതാ ഗുരുഹു ദൈവം. ഇവിടെ എന്താ പറയുന്നേ? ആദ്യ സ്ഥാനം ആർക്കുള്ളതാ? മാതാവിന്. ആർക്കാ? അമ്മയ്ക്ക്. നമ്മൾ സംസ്കൃതത്തിൽ എങ്ങനെയാ പറയാ? മാതാ. രണ്ടാം സ്ഥാനമോ? പിതാവിനുള്ളത് അല്ലേ? അച്ഛനുള്ളത്. അച്ഛനെ സംസ്കൃതത്തിൽ എങ്ങനെയാ പറയാ? പിതാ. മൂന്നാം സ്ഥാനമോ? ആർക്കുള്ളതാ?
അധ്യാപകർക്കുള്ളത്. എങ്ങനെയാ വിളിക്കുക? ഗുരുഹു. എങ്ങനെയാ? ഗുരുഹു. അപ്പോ 4ാം സ്ഥാനമോ? ആർക്കാ മക്കളെ? ദൈവത്തിനുള്ളതാ. മക്കൾക്ക് മടുത്തോ? എന്നാലേ ഇനിയുള്ള കൂട്ടുകാരെ നമുക്ക് പിന്നെ പരിചയപ്പെടാം.